DreamBakes Delights പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ. ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ വ്യത്യാസമുണ്ട്. സാധാരണ കിച്ചണിൽ നിന്നാണ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത്. ഇന്ന് അതുകൊണ്ട് തന്നെ കേക്ക് ഡെക്കറേഷനും ബേക്കിങ്ങും ഒന്നുമല്ല. നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് അല്ലെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വേണ്ടി നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് കേക്കുകൾ ചെയ്താലും നമ്മൾ ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ എഫേർട്ട് അത്രയൊന്നും ഫോട്ടോ എടുക്കുമ്പോൾ അത്ര രസമൊന്നും ഉണ്ടാകത്തില്ല അല്ലെ. അപ്പം എൻ്റെ വീട്ടില് ഈ ഹോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. എന്നുവെച്ചാൽ ഈ ടേബിൾ ഞാൻ കുറച്ച് മുമ്പോട്ടൊക്കെ മാറ്റിയിട്ടാല് ഈ ടേബിളിൽ എനിക്ക് നന്നായിട്ട് ഈ കേക്കും അതിന്റെ സൈഡ് ഐറ്റംസും ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചാല് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റിന് ഇവിടെ നിൽക്കാം, എന്നിട്ട് കട്ട് ചെയ്യാനും അപ്പൊ അവിടെ ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ഭിത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റും ചിലപ്പം. എന്നിട്ട് ഇവിടെ വേണം ഹാപ്പി ബർത്ത്ഡേ അതൊക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ വേറെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന കുറച്ച് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ടേബിൾ സെറ്റ് ചെയ്തെടുക്കുന്നത്, അതുപോലെ എൻ്റെ സിസ്റ്ററിനോട് മോളുടെ ബേബി ഷവർ നടത്തിയപ്പോഴും അതുപോലെ ന്യൂലി വെഡ്സ് ആയിട്ടുള്ള അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോഴും ഒക്കെ എങ്ങനെയാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തെന്നുള്ളതും ഒക്കെ അന്നത്തെ ഫോട്ടോസ് ഒക്കെ വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിനൊന്നും വേണ്ടി നമ്മൾ ഒത്തിരി പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഒത്തിരി സമയവും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തോന്നുന്നത് എനിക്ക് ഒരു കളർ കോഡാണ്. ബർത്ത്ഡേ എന്ത് ഒക്കേഷൻ ആണെങ്കിലും ഒരു കളർ കോഡ് നമ്മൾ ചൂസ് ചെയ്യുകയും അതനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഫോട്ടോസ് ഒക്കെ വരുമ്പോൾ കാണാനായിട്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കേക്കിനും കപ്പ് കേക്കിനും ഉള്ള സ്റ്റാൻഡുകളൊക്കെ എന്തെങ്കിലും ഉണ്ട്. അപ്പം ഇത് വൈറ്റ് ആയതുകൊണ്ട് ഏത് കളറിൻ്റെയും കൂടെ മാച്ചിങ് ആയിട്ട് പൊക്കോളും. ഇതുപോലത്തെ ചെറിയ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൽ നമുക്ക് നമ്മുടെ കളർ അനുസരിച്ച് നമ്മുടെ തീം അനുസരിച്ച് നമുക്ക് ബോയൊക്കെ കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ കപ്പ് കേക്ക്, ഇപ്പം ന്യൂലി വെഡ്സിനെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ അവരുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ ചേർത്തൊന്ന് വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇനി അല്ല ബേബി ഷവർ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ കപ്പ് കേക്ക് ഉണ്ടാക്കി അതിൽ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവുമായിരിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഡബ്ബകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പിങ്ക് കളറിലൊക്കെ തീമുള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ അങ്ങ് വെക്കും ഒരു സ്റ്റാൻഡായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ തീം കളർ അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ ടേബിൾ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാനിതുപോലെ ഒരു പിങ്ക് കളർ കേക്ക് വെക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് വെച്ചു. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോട്ടിലല്ലേ, ഈ ബോട്ടിലിന് ഇതുപോലത്തെ ഒരു കവർ കെട്ടി അങ്ങ് വെച്ചതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് ഏത് കളർ അനുസരിച്ചും മാറ്റാനായിട്ട് പറ്റും. ജസ്റ്റ് ഒട്ടിക്കേണ്ട പോലും കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ഒരു കളർ തുണിയോ അല്ലെങ്കിൽ ഇതൊരു പേപ്പറാണ്. ഈ ബൊക്കെയൊക്കെ കവർ ചെയ്യുമ്പം വെച്ചിരിക്കുന്ന ഒരു ഫോം ടൈപ്പ് പേപ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഗോൾഡ് ആണ് നമ്മുടെ തീമെങ്കിൽ പിങ്ക് ആൻഡ് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് റിബൺ കെട്ടുക. ഇതിപ്പോൾ സിൽവർ ആയിരുന്നു, അപ്പോൾ സിൽവർ റിബൺ കെട്ടി സൈഡിലങ്ങ് വെച്ചു. പിന്നെ കപ്പ് കേക്കും നമ്മൾ കേക്ക് എന്തായാലും ബേക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കുറച്ച് 5-6 കപ്പ് കേക്ക് ബേക്ക് ചെയ്യുക. അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ക്രീമും ഐസിങ്ങും ഒക്കെ ചെയ്താൽ അത് നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കേക്ക് പോപ്സ്, ഈ കട്ട് പീസ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കേക്കിൻ്റെ ക്രംസും കട്ട് പീസും ഒക്കെ കിട്ടും. അതൊക്കെ ചേർത്ത് നമുക്ക് ഒരു 5-8 കേക്ക് പോപ്സ് തയ്യാറാക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മളൊരു ആ കളർ തീം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം കേക്ക് പോപ്സ് ഞാൻ വെക്കുന്നത് മിക്കവാറും നല്ല ടോൾ ആയിട്ടുള്ള ഗ്ലാസ്സിനകത്ത് നിറയെ പഞ്ചസാര ഇട്ടിട്ട് അതിൽ അങ്ങ് കുത്തി വെക്കുകയാണ്. അപ്പം അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ന്യൂലി വെഡ്സിനെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ പേരിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ രണ്ടുപേരുടെയും കൂടെ പേര് ചേർന്ന് വരുന്ന രീതിയിൽ ചേർത്ത് എഴുതി വെക്കാം. അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ചേർത്ത് ഒരു ലോഗോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിനോട് മോളെ കല്യാണം കഴിഞ്ഞ് ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവർക്ക് അവർ വൈറ്റ് ഗോൾഡൻ കളറിലാണ് വരുന്നത് എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കേക്കും എല്ലാം ആ ഒരു തീമിൽ ചെയ്തു. ഇതിൽ ഒരു ടയർ മാത്രമേ റിയൽ കേക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം 2 ഡമ്മി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു കേക്കിന് ഒരു ലുക്ക് കിട്ടാനായിട്ട്. ഒത്തിരി പേരൊന്നും ഇല്ലല്ലോ ഈ പരിപാടിക്കൊന്നും. അതുപോലെ ബാക്ക്ഡ്രോപ്പ് ആയിട്ടാണെങ്കിലും അവരുടെ പേരിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇതുപോലത്തെ ഫോം പേപ്പറില്ലേ, ഫോം പേപ്പർ നമുക്ക് ഏത് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും. എന്നിട്ട് അത് അതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ നമുക്ക് വേണ്ടത് രീതിയിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ചാർട്ട് പേപ്പറിലോട്ട് ഒട്ടിച്ചു, എന്നിട്ട് അത് ബാക്കിൽ വെച്ചു. പിന്നെ ബാക്കി കുറച്ച് ആ കളർ അനുസരിച്ച് വരാനായിട്ട് ഗോൾഡനും വൈറ്റും ഫോം പേപ്പർ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സാറ്റിൻ റിബണിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതാണ്. സ്റ്റേപ്പിൾ ചെയ്ത് പ്രസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഭിത്തിയിലേക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിടാവുന്നതേ ഉള്ളൂ.
അതുപോലെ ഹാർട്ടോ സ്റ്റാറോ ഒക്കെ ആയിട്ട് ഏത് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. പേരൊക്കെ എഴുതി വെക്കാനായിട്ട് നമ്മൾ കൈ കൊണ്ട് എഴുതിയാൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും. അതുപോലെ ഇത് കാണുമ്പോഴും അത്രയും ഒരേപോലെ ഒന്നും വരണമെന്നില്ല. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പ്രിന്റ് ഔട്ട് എടുക്കാം അല്ലെ. അപ്പം ഇത് ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലും ഇഷ്ടമുള്ള കളറിലും നമുക്ക് തന്നെ ചെയ്തെടുക്കാമല്ലോ. എന്നിട്ടൊന്ന് പ്രിന്റ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളുടെ പണി തീരുകയും ചെയ്യും. കാണാനും നല്ല രസമായിരിക്കും. പിന്നെ അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഫ്രെയിമിൽ ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും, ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇതിന്റെ ബ്രദറിന്റെ മോനും വൈഫിനും വേണ്ടിയിട്ട് ചെയ്ത ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ എൻ്റെ അവരുടെ ഫോട്ടോ വെക്കാനായിട്ട് ഈ കളറിനെ മാച്ച് ചെയ്യുന്ന ഫ്രെയിം ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെറുതെ ഒരു പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് അങ്ങ് ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ നല്ല രസമായി. ഇപ്പൊ 2 ഫോട്ടോയോടെ വെച്ചു. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെയാണെങ്കിൽ അവരുടെ ഡ്രസ്സിന്റെ കളറ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്, ബ്ലാക്ക് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് സാറ്റിൻ റിബൺ മേടിച്ച് ഇതുപോലത്തെ ഈ 3 കളറിലും ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് വെറുതെ ആ ചാർട്ട് പേപ്പർ ഇതുപോലെ ഹാർട്ടായിട്ടൊക്കെ വെട്ടി എന്നിട്ട് കണ്ടോ ഒട്ടിച്ചങ്ങ് വെച്ചതേ ഉള്ളൂ. ഇതൊന്ന് സ്റ്റിക്ക് ചെയ്താൽ പെട്ടെന്ന് പണി തീരും. അതുപോലെ ആ സ്പേസ് ഫുള്ള് നമുക്ക് വേഗം ഫില്ല് ചെയ്തെടുക്കാനും പറ്റും. ഇത് എൻ്റെ സിസ്റ്ററുടെ മോളുടെ ബേബി ഷവർ ചെയ്തതാണ്. അപ്പൊ ഇവിടെ ബ്ലൂ ആൻഡ് പിങ്ക് തീമിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ ക്ലോത്തും നമുക്ക് അതനുസരിച്ച് ഒന്ന് മാറ്റിയിടാം. നമ്മുടെ വീട്ടിൽ എന്തായാലും ആ കളറിന് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഷോളോ സാരിയോ ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ലല്ലോ, പ്ലെയിൻ ആയിട്ടുള്ളതോ അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് ബേബി ഷവർ ആയതുകൊണ്ട് കുറച്ച് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ആ പേരും ഒക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ തന്നെ നല്ല രസമായിരിക്കും. പിന്നെ ബേബി ഷവർ ആകുമ്പോൾ നമുക്ക് നല്ല മെസ്സേജുകൾ, കുഞ്ഞുവാവയ്ക്കുള്ള നല്ല വെൽക്കം മെസ്സേജുകളും ഒക്കെ ഇതുപോലെ വെറുതെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ആ സെയിം മാച്ചിങ് കളറായിട്ടുള്ള ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കേക്ക് ബോർഡിൽ ഒട്ടിച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിൽ വെക്കാവുന്നതേ ഉള്ളൂ. അത് നല്ലൊരു കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള കുക്കീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കി ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുക നന്നായിട്ട്. ഇതെന്റെ മോളുടെ 80th ബർത്ത്ഡേക്ക് ചെയ്തതാണ്. അപ്പൊ അവളുടെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഇടാനായിട്ട് വെച്ചിരുന്ന ഡ്രസ്സ് പോലെ തന്നെ ഞാൻ കേക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് അപ്പം മെറൂണും ഗോൾഡും തീം ആയതുകൊണ്ട് അതനുസരിച്ച് തന്നെ ടേബിൾ ഷീറ്റ്, ഇത് നമ്മുടെ വീട്ടിൽ ഡ്രസ്സൊക്കെ തയ്പ്പിക്കാനായിട്ട് വാങ്ങിച്ചതിന്റെ ബാക്കി വന്ന ഒരു ക്ലോത്താണ്. അത് അങ്ങോട്ട് വിരിച്ചിട്ട് ഇപ്പം ആ സെയിം കളർ ടേബിൾ ക്ലോത്ത് ആയി. പിന്നെ അതുപോലെ തന്നെ ഈ 18 നമ്പറൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അതൊക്കെ മേടിച്ചൊക്കെ ഫിറ്റ് ചെയ്തു. പിന്നെ ആ ഗോൾഡ് ബ്രൗൺ തീമിൽ കുറച്ച് കപ്പ് കേക്കും കേക്ക് ബോക്സും കുറച്ച് അതൊക്കെ വെച്ചപ്പോൾ തന്നെ ആ ടേബിൾ അങ്ങ് ഫില്ലായി. അതുപോലെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മാനങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതേ കളർ തീമുള്ള പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സൈഡിൽ വെക്കുകയും ചെയ്യാം. അപ്പൊ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനൊന്നും ഞാൻ ഒട്ടും പൈസ എക്സ്ട്രാ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞ് 2 പേപ്പർ വാങ്ങിക്കുക, കട്ട് ചെയ്യുക, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാറ്റി മറിച്ചും ഒക്കെ വെച്ചേക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയും ആനിവേഴ്സറിയും ഒക്കെ കുറച്ചൊന്ന് ട്രൈ ചെയ്താൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് പൂക്കളും അതേ കളറിലുള്ള ടേബിൾ ക്ലോത്തും ഒക്കെ ഇട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാവുന്നതുള്ളൂ. അതുപോലെ ബലൂണൊക്കെ സെറ്റ് വീർപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബാക്ക്ഡ്രോപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതിൽ നിങ്ങൾക്ക് ഏത് ടേബിൾ സെറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് എനിക്കും ഒരു സന്തോഷമായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ബർത്ത്ഡേക്ക് അവർ വരുമ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ അത് കാണുമ്പോൾ അവരുടെ സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അവരുടെ കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ന് ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതിനെ ഇട്ടാൽ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലതൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പാർട്ടി ടേബിൾ അറേഞ്ച്മെന്റ്. അതുപോലെ നിങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.